ഇന്നത്തെ ഈ സുപ്രഭാതം നമുക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹിച്ചു തന്നിട്ടുള്ളതില് എല്ലാവരും ദൈവത്തിനോട് നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മള് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇന്നത്തെ സുദിനം വളരെയധികം സുന്ദരമാക്കി തീർത്ത് നമ്മൾക്ക് എല്ലാവർക്കും നല്ലൊരു ചൂടിന്റെ ഇടയിൽ ഒരു തണുപ്പ്, ഇടയ്ക്ക് ഒരു മഴ കിട്ടി ഒരു ആശ്വാസമാണ് സൂമിൽ കയറാൻ. അത് കാരണം എല്ലാവർക്കും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നാളെയും നമ്മള് ഓരോ ദിവസവും നമുക്ക് ഇതുപോലെ നല്ലൊരു സുപ്രഭാതങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു വാക്ക് പറയുന്നത്, ഹംസ സാറാണ്, മണ്ണാർക്കാട്ടുള്ള ഹംസ സാറാണ് ഈ പ്രോഗ്രാം ഏറ്റെടുത്തിരുന്നത്. അദ്ദേഹത്തിന് എന്തോ ഒരു അസൗകര്യം മൂലം ഇതിൽ ഇന്ന് കയറാൻ സാധിച്ചിട്ടില്ല. ഞാൻ അത് അന്വേഷിച്ചു. അപ്പൊ മനോജ് സാറ് പറഞ്ഞിട്ട് അന്വേഷിച്ചു, കിട്ടിയില്ല. പിന്നെ എന്നെ യുവന സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പ്രോഗ്രാം ചെയ്തു പ്രസന്റർ MC ആവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം യുവന സാറിനെ കിട്ടിയില്ല. പിന്നെ ഹംസ സാറിനെ എനിക്കറിയാം, 2-3 വർഷങ്ങൾ മേലെ ആയില്ല, അത് കാരണം എനിക്ക് അറിയായിരുന്നു. പക്ഷെ സാരില്ല, നമുക്ക് എല്ലാവർക്കും ഓരോ ദിവസവും മാറി മാറി നമ്മുടെ ലീഡേഴ്സ് നമുക്ക് അവസരങ്ങൾ തരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളതില് സന്തോഷിക്കാം. ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം, മുന്നേറാം. ഇതാണ് എനിക്കിതിൽ പറയാനുള്ളത്. നമ്മളെ ഇന്നത്തെ ഈ മീറ്റിംഗ്, എൻ്റെ പേര് ഗീതാ പ്രകാശ് എന്നാണ്. എൻ്റെ വീട് എറണാകുളം നെട്ടൂരാണ് സ്വദേശം. ഞാൻ ഇതിൽ വന്നിട്ടൊരു 3 വർഷം കഴിഞ്ഞു. നല്ല രീതിയിൽ ഇത് അച്ചീവ് ആവാൻ നോക്കുന്നുണ്ട്. ആൾക്കാരെയൊക്കെ നേരിട്ട് കാണാനും അവരുടെ ബയോഡേറ്റ, അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അവരെ ഇതിലേക്ക് നല്ല രീതിയിൽ ഒരു അസുഖങ്ങൾ എന്ത് വന്നാലും നമ്മളെ കാണുമ്പോൾ അവർക്കൊരു പ്രോഡക്റ്റ് കൊടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കാണുമ്പോൾ അവർക്കൊരു നല്ല സന്തോഷമാണ്. നെഗറ്റീവ് പറയുന്നവർ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അവര് നമ്മളെ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് നല്ല പ്രതികരണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിനൊരു സന്തോഷമുണ്ട്. വീണ്ടും നമ്മൾ പല പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യണം ഒരു വ്യക്തിനെ തന്നെ. അപ്പൊ നമ്മൾക്ക് അവര് മറ്റുള്ളവരിലേക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് മുന്നിലുണ്ടാവും. നമ്മൾ ഈ ബയോട്ടോറി എന്ന കമ്പനി വന്ന പിന്നെ ഒരു 4 വർഷത്തോളമായി, 4 വർഷം കഴിഞ്ഞു. അപ്പൊ നമ്മൾ അതിൽ പ്രവർത്തിച്ച നമ്മുടെ റിസൾട്ട്, എന്റെ റിസൾട്ട് ഷുഗറും പ്രഷറും മാത്രമേ ഉണ്ടായുള്ളൂ. 480-500 ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ നോർമലായി 130 കൂടുതൽ പിന്നെ വന്നിട്ടില്ല. BP ആണെങ്കിലും ലോ ആയി നോർമലായിട്ട് വന്നിരിക്കുകയാണ്. 360 നടന്നു. അതിപ്പോ 130 കൂടുതൽ പിന്നെ വന്നിട്ടില്ല. അങ്ങനെ ഹസ്ബൻഡിനാണെങ്കിലും വെരിക്കോസ്, മൈഗ്രെയിൻ, കാൽപാദത്തിൽ നടന്നു വരുമ്പോൾ നീര് വരിക, അങ്ങനെ പല പല അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറി. അപ്പൊ ഇത് നമ്മൾക്ക് നമ്മുടെ ഹസ്ബൻഡ് ചേട്ടന്റെ വീട്ടുകാർക്ക് കൊടുത്ത് അവര് കണ്ട് വിശ്വാസമാണ് എനിക്ക് ഇതിലേക്ക് വരാൻ താല്പര്യം കാണിച്ചത്. അപ്പൊ നമ്മളും ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ല റിസൾട്ട് കിട്ടി. ഇത് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. നമ്മളെ ഇടയ്ക്ക് ഒരു കുപ്പി വെള്ളം കുടിക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. നമ്മള് വെയിറ്റ് അനുസരിച്ച് വെള്ളം കുടിക്കണം. നമ്മുടെ പ്രോഡക്റ്റ് ഡെയിലി ഉപയോഗിക്കുക. കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് ഡോക്ടർ സാഗർ ജോഷി നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു. മനോജ് സാറ് മുഖേന നമ്മളെല്ലാവർക്കും അത് കൂടുതൽ പേരിലേക്ക് ആക്കി. നമ്മളെ മനോജ് സാറാണെങ്കിൽ 10 മാസം കൊണ്ട് ഒരു ഉണ്ടാക്കി. അപ്പൊ അതില് ആ ഒരു ഇൻട്രസ്റ്റില് ഒരുപാട് പേര് ഇത് എങ്ങനെ സാധിക്കും എന്നുള്ള സംശയത്തിലായിരുന്നു. പക്ഷെ നമുക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളും ഒരുപാട് നല്ല ലീഡേഴ്സിനെ കിട്ടി. അപ്പൊ അതില് എടുത്തു പറയാവുന്നതാണ് നമ്മുടെ എനിക്കറിയാവുന്ന ഒരുപാട് ലീഡേഴ്സ് ഇതിനകത്തുണ്ട്. എല്ലാവരും നല്ല മേഖലയിൽ എത്തി ഇരിക്കുന്നതാണ്. അവരെ എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് നമുക്കിതിലേക്ക് വരാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ലീഡർ യുവനസ് സാറാണ്. അതിനു മുമ്പ് നല്ല രീതിയിൽ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് നല്ല രീതിയിൽ യുവനസ് സാറിന്റെ ടീമില് എല്ലാവരും ഒന്നിനൊന്നും മെച്ചപ്പെട്ടാണ് അതിന്റെ വളർച്ച വരുന്നത്. അത് ഓരോരുത്തർക്കും എടുത്തു പറയാവുന്നതാണ്. അതിനെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ മനോജ് സാറാണ് പിന്നില്
പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് BOP, NDOP, RTP അങ്ങനെയുള്ള പ്രോഗ്രാം സെന്ററുകളിൽ നമ്മൾ പോവുക, നമ്മുടെ സൂമിൽ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരുപാട് അറിവ് കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെയാണ് നമ്മളിത് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ചിരിയുടെ രാജകുമാരൻ എന്ന് പറയുന്ന യൂനസ് സാർ ഒരുപാട് ആൾക്കാരെ ചേർത്തു. നല്ലൊരു അച്ചീവർ ആയിട്ടുണ്ട് അദ്ദേഹം. ഇപ്പോഴും 24 മണിക്കൂർ എന്ന പോലെ ഫുൾ ടൈമും വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരെ ഇതിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള പ്രശംസനീയനായ ഒരു വ്യക്തി കൂടിയാണ് യൂനസ് സാറ്. അപ്പൊ അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. എനിക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ MC ആവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമാണ്. അപ്പൊ ഞാൻ വെൽക്കം ടു യൂനസ് സാർ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. എന്നെ വളരെ ഭംഗിയായിട്ട് പരിചയപ്പെടുത്തി. എന്റെ പേര് യൂനസ്, സ്വദേശം എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന ഭാഗത്താണ്. ഗീതമ്മ ഒരുപാട് മേഖലകളിൽ കൈവച്ച ഒരു ലേഡിയാണ്. ഒരുപാട് ചാരിറ്റി സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് രാഷ്ട്രീയ മേഖലയില് സമകാലിക വിഷയങ്ങളിൽ ഇടപെടുന്ന, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വനിതകളെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ലേഖനമൊക്കെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ട്. വളരെ പ്രശസ്തി ആർജിച്ച, നാലാളെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഗീത പ്രകാശ്. വളരെ സന്തോഷം. അതിനോടൊപ്പം ബിസിനസ്സോട് അവർ കാണിക്കുന്ന ഒരു പാഷൻ, അതൊക്കെ വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം ഇതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നോ, അതായത് നമ്മളൊന്ന് കഷ്ടപ്പെടാൻ തയ്യാറായാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത്, അത് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നു, കഷ്ടപ്പെട്ട് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ലേഡിയാണ് ഗീത പ്രകാശ്. അപ്പൊ എല്ലാവിധ ഇഷ്ടാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം എല്ലാവർക്കും രാവിലെ ഗീത പ്രകാശ് പറഞ്ഞ പോലെ ഇന്നലെ ഒരു മഴയൊക്കെ കിട്ടിയ എല്ലാവർക്കും അതിന്റെ ഒരു തണുപ്പും ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ചൂട്, വേനൽ മഴ, അപ്പൊ അതെല്ലാ മേഖലയിലും അത്യാവശ്യം ഉണ്ടായി എന്നുള്ളതാണ് അറിഞ്ഞത്. അതിനോടൊപ്പം ആ ഒരു മഴയും അതിനോടൊപ്പം അതിനോട് അനുബന്ധമായിട്ട് വന്ന കാറ്റും കാരണം ഇന്ന് പ്രോഗ്രാം എടുക്കാന്ന് പറഞ്ഞ ഹംസ സാറ് ഒഴിവ് പറഞ്ഞ ആ ഒരു ഒഴിവിലേക്കാണ് ഞാൻ കയറി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും എന്റെ കയ്യിലില്ല. പിന്നെ ഉള്ളത് ഈ ബയോട്ടോറിയം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഏത് പാതിരാത്രിയാണെങ്കിലും, ഏത് സാഹചര്യത്തിലാണെങ്കിലും, എവിടെ വെച്ചാണെങ്കിലും, എങ്ങനെയാണെങ്കിലും എന്റെ മുന്നിലിരിക്കുന്ന എല്ലാവർക്കും സംസാരിക്കാനുള്ളത് പോലെ എനിക്കും എന്തൊക്കെയോ ഒക്കെ പറയാൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, അല്ലേ? അപ്പൊ അതാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു. നമ്മൾ ഈ ബയോട്ടോറിയം എന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം, ഒരു പ്രൊജക്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ, നമുക്ക് ആ ഒരു പ്രൊജക്റ്റിൽ നിന്നും ലാഭം എടുക്കുന്ന, അതല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ട് സക്സസ് ആയി എന്ന് നമ്മൾ കരുതുന്നത് ഒരു നിശ്ചിത ടൈം സഞ്ചരിക്കുമ്പോഴാണ്. ഇപ്പൊ നമ്മൾ ഇന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒറ്റ ദിവസം കൊണ്ട്, നാളത്തെ ഒരു ദിവസം കൊണ്ടോ, അല്ലെങ്കിൽ വരുന്ന ഒരു 90 ദിവസം കൊണ്ടോ, വരുന്ന ഒരു വർഷം കൊണ്ടോ ഒന്നും സക്സസിന്റെ ജേർണി ആണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. അവിടെ നമ്മൾ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു ബിസിനസ്സും അത് സക്സസിലേക്ക് എത്താൻ മിനിമം 5 years സഞ്ചരിക്കണം എന്നുള്ളതാണ്. 5 years വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നാലാണ് നമുക്ക് ഒരു ബിസിനസ് അത് സക്സസിന്റെ പാതയിലാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുള്ളൂ. എന്നാൽ നമുക്ക് ഇന്ന് പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം നമ്മുടെ ഈ ബയോട്ടോറിയം എന്ന ഡോക്ടർ സാഗർ ജോഷി സാറ് ചുക്കാൻ പിടിക്കുന്ന, കടിഞ്ഞാനിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കപ്പിത്താനായിട്ട് നിൽക്കുന്ന ഈ ബയോട്ടോറിയം കമ്പനി ഇന്നലെ 6 വർഷം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് നെറ്റ്വർക്കിന്റെ മേഖലയിൽ. നമുക്ക് വളരെ അഭിമാനിക്കാം. ഒരു 5 വർഷം നമുക്ക് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ബിസിനസ്സിനെ തടയിടാനോ, ആ ബിസിനസ് തളർത്താനോ, തകർക്കാനോ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞതിനപ്പുറം നമ്മുടെ ഈ ബയോട്ടോറിയം കമ്പനി ചങ്കുറപ്പുള്ള, നെഞ്ചുറപ്പുള്ള, കാര്യരിമ്പിന്റെ ശക്തിയുള്ള, കാര്യരിമ്പിന്റെ കരുത്തുള്ള
പറയുന്നത് എന്തും പ്രവർത്തിക്കാൻ സാധിക്കുന്നതെല്ലാം പറയുന്ന, കൃത്യമായിട്ട് പേ ഔട്ട് തരുന്ന ഏറ്റവും നല്ലൊരു നമ്മളെ ചിന്തകൾക്കപ്പുറം ഏറ്റവും നല്ലൊരു കമ്പനിയായി ഡയറക്ട് സെല്ലിംഗ് മേഖലയ്ക്ക് 19 വർഷം എത്തിയ ഒരു ഡയറക്ട് സെല്ലിംഗ് ഒരു കമ്പനി അതിനെ കേവലം ഡയറക്ട് സെല്ലിംഗിലേക്ക് മാറ്റിയിട്ട് നമ്മൾ 4 വർഷം 5 വർഷം അവകാശം പറയുന്ന സാഹചര്യത്തിൽ ഇന്നലെ 6 വയസ്സ് പൂർത്തീകരിച്ച് ഒരു ലോകത്തിന്റെ അത്യുന്നതിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സന്തോഷ വാർത്ത നമുക്കറിയാം. അതിന്റെ ഫോട്ടോസൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ബയോട്ടോറിയം എന്ന ഈ ഒരു കൺസെപ്റ്റിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും കാറ്റഗറി തിരിക്കാതെ എല്ലാവരും ഭാഗ്യവന്മാരാണ്. അതുകൊണ്ട് ഇനിയുള്ള നിമിഷങ്ങൾ നമ്മൾ അതിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിജയം നമ്മുടെ കൈവെള്ളയിലേക്ക് വരും. അതിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ അണിയറയില് പ്രാവർത്തികമായിരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് കോർട്ടി മീറ്റിംഗ് ഉണ്ട്. കോർട്ടി മീറ്റിംഗിൽ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. അടുത്ത ദിവസം മനോജ് സാറിന്റെ ഒരു സൂം മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിംഗിൽ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു സഞ്ചാരപാതയിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുകയാണ്. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ആളുകളോട്ട് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കൂടി എനിക്ക് കിട്ടിയ ഒരു മെസ്സേജിന്റെ പുറത്താണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ ഒട്ടുമിക്ക ആളുകൾക്കും എന്നെ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ടീം നോക്കാതെ, ആളെ നോക്കാതെ അവർക്ക് വേണ്ടത് എന്താണോ അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ നാളില് എൻ്റെ ഒരു സുഹൃത്ത്, എന്റെ ടീമിലല്ല, നമ്മളെല്ലാവരും ഒരു ടീമാണ്. അത് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ചിന്തിക്കേണ്ടതും അങ്ങനെയാണ്. നമ്മളെല്ലാവരും ഒരു ടീമാണ്. ഈ ബയോട്ടോറിയം എന്ന ഒരു വലിയ കുടുംബത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് നമ്മൾ ഒരു നൂലിൽ കോർത്ത മുത്ത് പോലെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, ഒരു ഐക്യത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. അതുപോലെ തന്നെ നമുക്കത് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഒരു നൂലിൽ കോർത്ത മുത്ത് പോലെ നമ്മളെല്ലാവരും, എന്റെ ടീം, അവരുടെ ടീം, ഇവര്, അങ്ങനെയല്ല, നമ്മളാണ് ഇതിന്റെ തേരാളികള്. നമ്മളിലൂടെ ആയിരിക്കണം ഈ ബയോട്ടോറിയം അറിയപ്പെടേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു നിന്ന് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ നാളിൽ എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, സാറിന്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. എനിക്ക് ഒരു വ്യക്തിയെ ഞാൻ 2 പ്രാവശ്യം കണ്ടു, അദ്ദേഹം കറക്റ്റ് ആയിട്ടില്ല, നിങ്ങളൊന്ന് വീഡിയോ കോളിൽ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അദ്ദേഹമായിട്ട് ഒരു 10-20 മിനിറ്റോളം ഞാൻ വീഡിയോ കോളിൽ കാര്യങ്ങൾ സംസാരിച്ചു. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ കോള് കട്ട് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജിപേയിലേക്ക് 9,800 രൂപ ഇട്ട് കൊടുത്ത് എൻട്രി ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ എന്റെ കൂടെ എന്റെ പാർട്ണർ ഉണ്ട്, എന്റെ പാർട്ണർ എന്റെ കൂടെ ഉണ്ട്. അദ്ദേഹം ചോദിച്ചത്, നിങ്ങൾക്ക് എന്താ അതിന്റെ ഗുണം എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, എന്റെ ഗുണം അത് അദ്ദേഹം അവിടെ പോയി ബിസിനസ് ചെയ്ത് അദ്ദേഹം ചിലപ്പോൾ കോടികൾ സമ്പാദിക്കാം. അദ്ദേഹം ചെന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ആ ടീമും നല്ല രീതിയിൽ അച്ചീവ്മെന്റ് എടുക്കുന്ന ഒരു ടീമായി മാറാം. പക്ഷെ എന്റെ ഗുണം, ഞാനത് ചെയ്തത് ഒരു നന്മയാണ്. ആ നന്മ യൂണിവേഴ്സിൽ ഏറ്റെടുക്കും. അതിന്റെ നന്മ എനിക്കും എന്റെ കുടുംബത്തിലേക്കും ഞാൻ പ്രവർത്തിക്കുന്ന എന്റെ മേഖലകളിലേക്കും എന്റെ കൂടെ നിൽക്കുന്നവരിലേക്കും എത്തും. അതാണ് എന്റെ വിശ്വാസം. അപ്പൊ അദ്ദേഹം നിങ്ങളെ സമ്മതിക്കുമെന്നും പറയാൻ അങ്ങോട്ട് പോയി. അത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം കൂടി ഞാൻ ആഡ് ചെയ്ത് പറയുകയാണ്. 3-5 പ്രാവശ്യം ആള് ഇപ്പൊ ഇതിന്റെ സൂമിൽ തന്നെ ഉണ്ട്, എനിക്കറിയാം. അപ്പൊ ആ ആളോട് കേൾക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. നമ്മൾ ഇത് പ്രൊഡക്റ്റ് ചെന്ന് ഒരാളോട് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുക. അതായത് ഒരു മലപ്പുറത്ത് നിന്ന് എന്നെ വിളിച്ച് അറിയിച്ചിട്ട്, സാറേ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല ഒന്നുമില്ല, പക്ഷെ സൂമില് സംസാരിച്ച് അറിയാം. അതുകൊണ്ട് സാർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? അവിടെ കാക്കനാടാണ്, സ്ഥലം അറിയില്ല, ഹെൽപ്പ് ചെയ്യും, എറണാകുളത്താണ്, ഒരാളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കാണാം. ആളെ പരിചയപ്പെടുത്തി. അപ്പൊ ഇന്ന ആള് പറഞ്ഞിട്ടാണ്. ഓക്കെ ശരി, കുഴപ്പമില്ല. അങ്ങനെ നമ്പർ തന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചേർന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, എന്റെ വീടിന്റെ പണി കഴിഞ്ഞു. ഞാൻ നിലമ്പൂരിൽ നിന്നാണ് തേക്കെടുത്തത്, തടിയെടുത്തത്, കട്ടില്, ജനലെല്ലാ പണികളും കഴിഞ്ഞു. അതിനോടൊപ്പം ആ കട്ടലിന് യോജിക്കുന്ന ബെഡും വാങ്ങിച്ചു എന്നതാണ്. അപ്പൊ ഞാൻ ചെന്നപ്പോ അദ്ദേഹം ബെഡ് വാങ്ങിച്ചു. അത് ബെഡ് വേണ്ട എന്നുള്ളതാണ് എന്നോട് പറഞ്ഞു വരുന്നത്. ഞാനത് എന്റെ മുന്നിലിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്.
നമ്മൾ വിൽക്കുന്നത് കേവലം ബെഡല്ല. പ്ലീസ് അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബെഡ് കച്ചവടമല്ല നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകളിലോട്ടും ഇതിന്റെ സെയിൽ വരാത്തത്. കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, ഇതൊരു മാട്രസ് പാഡാണ്. ഇതിന് ഒരു ബ്ലാങ്കറ്റിന്റെ കനം മാത്രം, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഒരു ബ്ലാങ്കറ്റിന്റെ കനം മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിൽ നമ്മൾ എവിടെയാണോ കിടക്കുന്നത് അവിടെ വിരിച്ചിട്ട് കിടക്കാൻ പറ്റിയ ഒരു ഷീറ്റാണ്. ഇതൊന്ന് അവർക്കൊന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താലാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ മാഗ്നറ്റ് പിടിപ്പിച്ച ബെഡാണെന്ന് പറയുമ്പോൾ നമ്മൾ ബെഡ് എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ കയ്യിൽ ഈ ഒരു മാഗ്നറ്റ് തെറാപ്പിയുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ടാണ്. അതല്ലാതെ വെളിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ബെഡ് എന്ന് പറയുമ്പോൾ അവരൊരു 4 ഇഞ്ചോ 6 ഇഞ്ചോ 8 ഇഞ്ചോ കനം വരുന്ന ഒരു മാട്രസ്, വലിയൊരു മാട്രസ് ആണ് അവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ അവര് പറയും ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലുണ്ടാവുണ്ട്, ഇപ്പൊ വേണ്ട ഞങ്ങൾ ആലോചിക്കട്ടെ പറയാന്ന് പറയും. അപ്പൊ അതൊന്ന് പ്ലീസ് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. ബെഡല്ല നമ്മൾ വിൽക്കുന്നത്. ബെഡ് എന്ന വാക്ക് പറയുന്നുണ്ട് എങ്കിൽ അതിനോട് ആഡ് ചെയ്ത് പറയണം ഇത് ഒരു മാട്രസ് പാഡാണ്, വളരെ കട്ടി കുറവാണ്, ഒരു ബ്ലാങ്കറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു 4 ഇഞ്ച് കനം മാത്രമേ ഇതിനുള്ളൂ, ഇതിൽ മാഗ്നറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇത് വിരിച്ചിട്ട് നമ്മൾ എവിടെയാണോ കിടക്കുന്നത്, ബെഡിലാണെങ്കിൽ ബെഡിൽ, നിലത്താണെങ്കിൽ നിലത്ത്, വെറുതെ കട്ടലിലാണെങ്കിൽ കട്ടലില്, എവിടെയാണോ കിടക്കുന്നത് അവിടെ വിരിച്ചിട്ട് കിടക്കാൻ പറ്റിയ ഒരു ഷീറ്റ് മാത്രമാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ഒരു പക്ഷേ സ്ലീപ്പിംഗ് മാട്രസ് പാഡ്, ഓക്കെ, അപ്പൊ അതേ രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ആളുകളുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മൾ കൊടുക്കുമ്പോൾ അവർക്കുടെ മനസ്സിലോട്ട് വരുന്ന ഒരു തോട്ടുണ്ട്, ഇത് വലിയ എന്തൊരു സാധനമാണ്, അത് എങ്ങനെ കൊണ്ടുവരും എന്നുള്ള ചിന്തപ്പാടും കാര്യങ്ങളും, അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ള ചിന്തപ്പാടൊക്കെ. അത് ഇതേ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ ചെന്നു, അവർക്ക് ഡെമോ കൊടുത്തു, കറക്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഒരു പക്ഷേയെങ്കിൽ 2 ഫാമിലി സെറ്റ് ആയിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പൊ ഒരു പക്ഷേങ്കിൽ ഇന്നറിയാം, 2 ദിവസം എന്നാ പറഞ്ഞു. ഞാൻ മിനിഞ്ഞാന്നാണ് പോയി കണ്ടത്. ഇന്ന് ഞാൻ അന്നേരം തന്നെ വിളിച്ച് അവരെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പറയാന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കും അവർക്കും യോഗം ഉണ്ടെങ്കിൽ, ഉപയോഗിക്കാനുള്ള യോഗം ഇവർക്കും, മേടിക്കുമ്പോൾ കാശ് കിട്ടാൻ യോഗം നിങ്ങൾക്കും ഉണ്ടെങ്കിൽ 2 സെറ്റ് എടുത്തോളുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്നെ സംബന്ധിച്ച് അതിൽ എനിക്കെന്ത് ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലാഭം ഇത്രേ ഉള്ളൂ. അവരത് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ അവരുടെ ശരീരം സെക്യൂർ ആകും. അതിന് സപ്പോർട്ട് ചെയ്ത, എന്നെ വിളിച്ച് പറഞ്ഞൊരു വ്യക്തിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ കാര്യം നടക്കുമ്പോൾ ആരാണോ അതിന് കാരണക്കാരനായത് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ജേർണിയിൽ ആ ഒരു പ്രാർത്ഥന ഹൃദയത്തിലുണ്ടാകും. അത്രേ ഉള്ളൂ, വേറെ ഒന്നും. ബാക്കിയെല്ലാം യൂണിവേഴ്സ് നമുക്ക് തന്നോളൂ. അപ്പൊ ഞാൻ പറയുന്നത് വാക്കിനെ വളരെ കൃത്യമായിട്ട്, മാട്രസ് പാഡാണ്, സ്ലീപ്പിംഗ് പാഡാണ്, കട്ടി കുറവാണ്, ബെഡിൽ വിരിക്കേണ്ടതാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ ആ ഒരു സെയില് പണ്ടേ നടന്നു പോകേണ്ടതാണ്. അവർക്ക് മനസ്സിലാകാത്ത, ഞാൻ ഇത് എന്നോട് പറഞ്ഞ ആളെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ മൊത്തത്തിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യം മാത്രം. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഈ ബിസിനസ്സിൽ വരുന്ന, നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഹൈപ്പിട്ട് വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ, നമ്മൾ ചെന്നിട്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്ന സാധനവും അല്ല ഇത്. അങ്ങനെ ചിന്തിക്കുക. നമ്മുടെ സർക്കുലേഷൻ സിസ്റ്റം കറക്റ്റ് ചെയ്തു തരും. അതിനോടൊപ്പം ബ്ലഡിന് ആവശ്യമായ ഓക്സിജൻ കിട്ടും. ഈ 2 കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സെറ്റ് ആകും. ഇപ്പൊ എന്റെ മുന്നില് 3.5 ലക്ഷം രൂപ അമൃത ഹോസ്പിറ്റൽ ചോദിച്ച ഒരാള് എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, മുട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി. അത് ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ നമ്മുടെ മാഗ്നറ്റ് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ പോലും പറഞ്ഞു മുട്ടിന് ഓപ്പറേഷൻ വേണ്ടെന്ന്. കാരണം തേയ്മാനാണ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് വിധി എഴുതിയതാ. വീഡിയോയില്, സാധാരണ വീഡിയോയിൽ വരാറില്ല, എന്റെ വീഡിയോയിൽ ഇതൊക്കെ ഇരിക്കുന്നുണ്ട്, വരാറില്ല സുഭാഷിണി മാഡം. അപ്പൊ ഇതേ രീതിയിൽ റിസൾട്ട് തരുന്ന, നമ്മൾ ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുമ്പോഴും അത് കൊടുക്കണ്ട എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു മാഗ്നറ്റ് തെറാപ്പിയുടെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുത്തിട്ട് വേണം നമ്മൾ ആളുകളോട് പറയാൻ. പിന്നെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച, ചിലർ കിടക്കുന്നവർ മാത്രം ഉണ്ടാകും, കയ്യിൽ കെട്ടുന്നവരുണ്ടാകില്ല. അത് ഫോളോ അപ്പ് ചെയ്ത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുത്തു, അത് ഫാമിലി ബോണസോ അവയർനെസ് ബോണസോ അതല്ലെങ്കിൽ ബൂസ്റ്റർ ബോണസോ മേടിച്ചു, പിന്നീട് അവരായിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല. ചോദിക്കുമ്പോ സമയം കിട്ടിയില്ല,
തിരക്കിലായിരുന്നു, അവിടെ പോകണമായിരുന്നു, ഇവിടെ പോകണമായിരുന്നു, അതുകൊണ്ട് അവർ അന്വേഷിക്കാൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞ് അന്വേഷിക്കാൻ ചെല്ലുമ്പോ അവര് ഒച്ചപ്പാടും ബഹളവും തെറിയും ചീത്തയായി മാറാൻ സാധ്യതയുണ്ട്. നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധനം ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെ ഫോളോ അപ്പ് ചെയ്യാൻ, അവരെ വിളിച്ച് ചോദിക്കാൻ, അവരുടെ അടുത്ത് ചെല്ലാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മൾ അവരോട് ചെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവര് ഓട്ടോമാറ്റിക് അവരതിനെ വിശ്വസിക്കും, ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്യും. നമ്മൾ അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ വലിയ വിഷയം നടക്കുന്ന നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അന്വേഷിച്ച് ചെന്നില്ല, ഒരു 2-3 മാസം അവരായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, പിന്നീട് അവര് വിളിച്ചിട്ട് എന്തെങ്കിലും പറയും, പിന്നെ നമ്മൾ ചെല്ലുകയും ചെയ്യുമ്പോ അവിടെ ചെന്നിട്ട് കുറെ പണിയെടുത്താൽ മാത്രമാണ് അവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് അവിടെ എത്തിക്കാൻ സാധിക്കുള്ളൂ. അത് സാധാരണ ഒരു ഫസ്റ്റ് ചെയ്യുന്ന സെയിൽ ക്ലോസ് പോലെ ആയി മാറുന്നുണ്ട്. ചിലർക്ക് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ക്ലോസ് എന്താണെന്ന് അറിയാം. നമ്മൾ ചെന്ന് നമ്മളെ വിൽക്കാതെ, നമ്മളൊരു ട്രസ്റ്റ് ഫീൽ ചെയ്യിപ്പിക്കാതെ ഒരു കാരണവശാലും നമുക്ക് അവിടെ നിന്ന് പ്രൊഡക്റ്റ് കൊടുത്ത് പൈസ മേടിക്കാൻ സാധ്യമല്ല. ഇതിലും അപ്പുറം പണി നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ലീഡേഴ്സ് എടുക്കേണ്ടി വരും. അതിന്റെ എല്ലാം അനുഭവസ്ഥനായതുകൊണ്ടാണ് ഞാൻ ഇത് വ്യക്തമായിട്ട് പറയുന്നത്. അതേ സമയത്ത് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തു, റിസൾട്ട് കിട്ടിയോന്നൊന്നും ചോദിക്കണ്ട, അവരൊന്ന് വിളിച്ച് നല്ല വാക്ക് സംസാരിച്ചു, കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ലേ, കയ്യിൽ കെട്ടുന്നില്ലേ, വെള്ളം കുടിക്കുന്നില്ല, ഇത്ര ചോദിച്ചാൽ മതി, റിസൾട്ടൊക്കെ ഓട്ടോമാറ്റിക് വന്നോളൂ. ഇതൊരു സയൻസ് ആണ്. ഇത് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് വിളിച്ച് ചോദിക്കുക, അതിൽ പോകുമ്പോ ഒന്ന് കയറി കാണുക. എത്ര ദൂരത്തിലാണോ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് പൈസ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നത്? ഒരു കസ്റ്റമറെ കാണാൻ 5, 10, 15, 20, 40, 100 കിലോമീറ്റർ പെട്രോൾ അടിച്ചോ ഭക്ഷണം കഴിക്കാതെയോ ചായ കുടിക്കാതെയോ എത്തും നമ്മള്. അത് എത്തുന്നത് എന്തിനാ? അവിടുന്ന് പൈസ മേടിക്കാൻ വേണ്ടി, പ്രൊഡക്റ്റ് കൊടുത്ത് പൈസ മേടിക്കാൻ വേണ്ടി. ആ കാണിക്കുന്നതിന്റെ ഒരംശമെങ്കിലും തിരിച്ച് അവരോടും കാണിക്കണം. ആ പ്രൊഡക്റ്റ് കൊടുത്താൽ നമ്മൾ അവിടേക്ക് ഫസ്റ്റ് ചെല്ലാൻ എത്രത്തോളം എഫേർട്ട് എടുത്തോ അതിന്റെ ഒരു അംശമെങ്കിലും എഫേർട്ട് എടുത്തുകൊണ്ട് അവിടെ ചെന്ന് അവരെ കണ്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കി എന്താ റിസൾട്ട് കിട്ടിയെന്ന് ഒന്നും ഫസ്റ്റ് ചോദിക്കണ്ട. കാരണം അങ്ങനെ ചോദിക്കുമ്പോ അവര് പറയുവേ ഇതൊന്നും ഒരു ഗുണമില്ല, ഇതൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകളും ഉണ്ട്. ബഹുജനം പലവിധമാണ്. നമുക്കറിയാം, നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ 5 വിരലും 5 രീതിയിലായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബഹുജനം പലവിധമാണ്. അതുകൊണ്ട് നമ്മൾ അവരോട് ചെന്നിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കട്ടോ, ഉപയോഗിക്ക്, കയ്യിൽ കെട്ട്, വെള്ളം കുടിക്കുന്നൊക്കെ പറഞ്ഞ് വെള്ളത്തിന്റെ ഒക്കെ കുപ്പി എവിടെ, എങ്ങനെയുള്ള കുപ്പിയാണ്, ഇതൊക്കെ ചോദിച്ചൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്യും. ഓട്ടോമാറ്റിക് അവർ നമ്മളെ വിൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, നമ്മളിൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ദൈനംദിന അവരുടെ ജീവിതത്തിൽ അത് ഉപയോഗിച്ച് വരുമ്പോൾ അവരുടെ ഉള്ളിൽ റിസൾട്ട് ഓട്ടോമാറ്റിക് വരും. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയെ അവര് നമ്മുടെ കൈവെള്ളയിലേക്ക് വെച്ച് തരും. എന്റെ അമ്മാവന്റെ മകൻ, എന്റെ ചിറ്റ, എന്റെ ആന്റി, എന്റെ അയൽക്കാരൻ, എന്റെ സുഹൃത്ത്, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒരാളെ തരും. ഒരു പക്ഷേയെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് റിസൾട്ട് എടുപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ കൈവെള്ളയിലേക്ക് വെച്ച് തരുന്ന ആ ഒരൊറ്റ വ്യക്തിയായിരിക്കും നിങ്ങളുടെ പിക്ചർ മാറ്റുന്നത്. ഒന്ന് മനസ്സിലാക്കി എടുക്കുക. കാരണം നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ദൂരം നോക്കും, അവിടെ വരെ പോകണ്ടേ, എനിക്ക് സമയം കിട്ടിയില്ല, പല കാര്യങ്ങളായിരുന്നു. ഈ പല കാര്യങ്ങളായിരുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, ഒരു ബൂസ്റ്റർ ബോണസോ ഫാമിലി ബോണസോ അവയർനെസ് ബോണസോ മേടിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും പല കാരണങ്ങളും മാറ്റിവെച്ചിട്ട് നമ്മൾ ഇതിനു വേണ്ടി സാഹചര്യം ഒരുക്കിയവരാ. ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മള് എത്ര ദൂരം താണ്ടി നമ്മൾ ചെന്ന് പൈസ മേടിക്കാൻ തയ്യാറായിരുന്നു. ആ തയ്യാറായ നമുക്കാണ് ഫോളോ അപ്പിന് മാത്രം നമുക്ക് അവിടെ പോകാൻ സമയം കിട്ടിയിട്ടില്ല, അന്വേഷിക്കാൻ സമയം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ തിരക്കായിരുന്നു. പിന്നെ പല എക്സ്ക്യൂസുകളാണ്. എന്തുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചില്ല, ചോദിച്ചില്ല, പറഞ്ഞ പല എക്സ്ക്യൂസുകള്. എന്നാൽ ഇതേ എക്സ്ക്യൂസ് പറയുന്ന വ്യക്തിത്വങ്ങള് ഇവരെ കാണാൻ വേണ്ടി സമയം കണ്ടെത്തും. അത് എത്ര സമയമായാലും വിഷയമല്ല, ഏത് നേരത്താണെങ്കിലും വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ ബയോട്ടോറിയം ഇന്ന് വേറൊരു ലെവലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കപ്പല. കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് റഡാർ സംവിധാനത്തോടു കൂടി സഞ്ചരിക്കുന്ന ഒരു കപ്പലാണ് ഇന്ന് ബയോട്ടോറിയം. അതുകൊണ്ട് ഇതിനെ കയ്യിൽ കിട്ടിയിട്ട് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, നാളുകളിൽ നമ്മുടെ പേരമക്കള് നമ്മുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് ചോദിക്കും, ഇവര് ബയോട്ടോറിയം കിട്ടിയപ്പോ കുറച്ചു നാള് ബയോട്ടോറിയത്തിന്റെ പേരും പറഞ്ഞ് നടന്നവരല്ലേ അച്ഛ അമ്മ, എന്നിട്ട് ഇവര് എന്താ ആക്കി എവിടെ എത്തിയെന്ന് ചോദിക്കും. കാരണം അന്ന് ബയോട്ടോറിയം നമ്മുടെ പേരമക്കൾക്ക് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾക്ക് ഒരുപാട് വലുപ്പത്തിലായിരിക്കും. അപ്പൊ അന്നേരം നമ്മുടെ
മക്കള് നമ്മുടെ പേരമക്കളോട് പറയാൻ പോകുന്ന കാര്യം, ഇവരന്ന് കാള കളിച്ച് നടക്കായിരുന്നു സ്കൂളിൽ പഠിച്ചതുപോലെ. ബയോട്ടോറിയം കൈ കെട്ടി, പക്ഷെ അവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കലായിരുന്നു അവരുടെ പണി. അവർക്ക് സ്വന്തം കാര്യം നോക്കി കൊടുത്ത പ്രൊഡക്റ്റിന്റെ റിസൾട്ട് എടുപ്പിക്കാനോ ഒന്നും അവർ തയ്യാറായിരുന്നില്ല. അവിടെ എന്താ നടക്കണേ, ഇവിടെ എന്താ നടക്കണേ, അവിടെ എങ്ങനെ ഇവരെങ്ങനെയെന്ന് ചോദിച്ച് അല്ലെങ്കിൽ അന്വേഷിച്ച് പിടിച്ച് ഓരോരുത്തരും നന്നാക്കലായിരുന്നു ഇവരുടെ പണി. സ്വന്തം കാര്യം നോക്കാനോ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് റിസൾട്ട് എടുപ്പിക്കാനോ അതിലൂടെ വരുമാനം എടുക്കാനോ ഒന്നും സാധിക്കാതെ ബയോട്ടോറിയത്തില് എൻട്രി വച്ചിരുന്നു. ഇത് പറയേണ്ട ഒരു അവസ്ഥ വരരുത്, ഇത് നമ്മുടെ മക്കള് കേൾക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന നമ്മള് ഇതിനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനസ്ഥിതി കൂടി നമ്മുടെ മുന്നില് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ, അതിൽ നമ്മൾ ഹൃദയം കൊണ്ട് ഏറ്റെടുത്താൽ മാത്രമാണ് ഈ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അതിൽ തർക്കമില്ല. കാരണം നമ്മൾ ബയോട്ടോറിയം എത്ര നാള് ചെയ്തു എന്ന് അവകാശപ്പെടുമ്പോഴും എത്ര ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ആൻസർ നമ്മൾ കണ്ടെത്തിയാൽ മാത്രമാണ് നമുക്ക് ഇതിലൂടെ സക്സസ് ആകാൻ പറ്റുള്ളൂ. ഏത് കൊല കൊമ്പന്റെ മുന്നിലും ഏത് എത്ര വലിയ ബയോട്ടോറിയം പ്രൊഡക്റ്റ് വേണ്ട എന്ന് പറയുന്നവർക്ക് നമുക്ക് ഈ സാധനം കൊടുക്കാൻ സാധിക്കും. കാരണം കൃത്യമായിട്ട് ഡെമോ പഠിക്കണം. ഇവിടെ പ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല കേട്ടാ. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ഡെമോ കൊടുത്തിട്ടില്ല. ഡെമോ കൊടുക്കാൻ നിങ്ങൾ പഠിക്കണം, ഓരോരുത്തരും പഠിക്കണം. സാധാരണ നെറ്റ്വർക്ക് കമ്പനി പോലെയല്ല നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ്. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇത് മനുഷ്യ ശരീരത്തിൽ ഇത് ആക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുകൊണ്ട് ഡെമോ കൊടുക്കാൻ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഡെമോ കൊടുക്കാൻ പഠിക്കാത്ത ഒരു വ്യക്തിക്കും ഇതിൽ സക്സസ് ആവാനും സാധിക്കില്ല. അതല്ലെങ്കിൽ അതിന് മാത്രം കഴിവുകൾ വേറെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഡെമോ കൊടുക്കാൻ നിങ്ങൾ പഠിക്കണം. കുട്ടി അമ്മ ഡെമോ കൊടുക്കുവോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. കൊടുക്കും. അടിപൊളി, സൂപ്പർ, കൺഗ്രാജുലേഷൻ. ഒന്ന് സംസാരിച്ച അതിനെ കുറിച്ച്. നാളേക്ക് പറഞ്ഞാൽ ഞാൻ പറയണോ? സംസാരിക്ക. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള് എങ്ങനെ ഡെമോ കൊടുക്കണേ തന്നെ പറയാ. അതിപ്പോ കിട്ടാത്തോട് ഇന്നലെ ക്ലാസ്സിന് വന്നില്ല, മീറ്റിംഗ് കോഴിക്കോട്. ഇപ്പൊ സാറ് ശരിയാക്കി തന്നു. അതുകൊണ്ട് ഇപ്പൊ പറയാനായി, സംസാരിക്കാനായി. കൺഗ്രാജുലേഷൻ. അങ്ങനെ പഠിക്കുന്നത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് വെച്ചാല് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മക്ക് ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞത് പോലെ പിന്നെ നമ്മക്ക് പല കാര്യങ്ങളും നമ്മക്ക് കുറെ പറഞ്ഞ് സ്വീകരിച്ചിട്ടുണ്ട്, കുറെ കാര്യം പറഞ്ഞ് സ്വീകരിച്ചവരുണ്ട്, ഇത് കൊടുത്തവരുണ്ട്. ഒക്കെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. എന്നുവെച്ചാല് എല്ലാവർക്കും എന്നെ കൊണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു വാക്കുണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും ആ സന്തോഷമാണ്. നമ്മൾ കൊടുത്ത ആൾക്കാർക്ക് റിസൾട്ട് നമ്മളോട് പറയുമ്പോ ഞങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുള്ളത് നിങ്ങളൊരു വാക്കുകൊണ്ട്, നിങ്ങളൊരു ഈ ഉൽപ്പന്നം കൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യം കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വലിയൊരു സന്തോഷം പറയാൻ പറ്റൂല. അതേപോലെ ഞഞ്ഞും കൊടുക്കാനുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഓരോരുത്തർ സംശയം വെച്ചുകൊണ്ട്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സംശയം വെച്ചുകൊണ്ട് പറയുന്നവരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ സംശയം വേണ്ട, നിങ്ങളിത് വാങ്ങി ഉപയോഗിച്ച്. ഇപ്പൊ ഈ മഴ ഇന്നലെ അന്തിക്ക് മഴ പെയ്താൽ എന്തൊരു സന്തോഷം. അപ്പൊ നമ്മൾ ആ കടക്കെ കടന്നായി എന്താണ് നമുക്ക് കിട്ടണ കറ്റി, അതൊക്കെ പറഞ്ഞ അത് എത്ര പറഞ്ഞാലും അതൊരു സംഭവം തന്നെ. ആ കിടക്കെ കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണരാൻ പറ്റിയ ഒരു സംഭവം. ഉണർന്നാല് നമുക്ക് എന്നാല് രാത്രി ഇപ്പൊ നമ്മളിപ്പൊ ഈ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ ഓർക്ക് പെട്ടെന്ന് ഉണരാവാന്ന് വെച്ചാൽ എനിക്ക് സുഖമില്ലാത്ത ഞാൻ അതിൽ കടന്നതിനെ ഞാൻ പറഞ്ഞില്ലേ, പപ്പടം വെളിച്ചെണ്ണ കാഞ്ഞ വെച്ചിട്ട് പൊന്നുപോലെ നമുക്ക് പൊന്നാൻ പറ്റും. നമ്മളെ പ്രായത്തിനനുസരിച്ച് നമുക്ക് നീക്കാൻ കഴിയും. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പുണ്യം. ആ രാവിലെ നീ ഉണരുന്നുണ്ടല്ലോ, ആ ഉണരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം പോക്ക്. ഇതിൽ കടന്നാൽ സത്യമായിട്ടും അതുണ്ടാവും. ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ഞാൻ കൊടുത്ത ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ടോട് കൂടെ പൊന്നു സാർമാരെതിരെ കഴിക്കണം. ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ കാണാത്ത കാഴ്ചയും കൂടി ഞാൻ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ആ കാഴ്ചയിലാണ് ഇത് നമുക്ക് നല്ല ആരോഗ്യത്തിന് നമ്മളെ ശരീരത്തിന് പിടിക്കാൻ പറ്റിയൊരു കാഴ്ച. അത് നിങ്ങൾ പറഞ്ഞു തന്നിട്ടല്ല, അത് എന്റെ മനസ്സിലുണ്ടായ ഒരു സംഭവം ഞാൻ ചെയ്തു പോയതാ. ആ ചെയ്തതിൽ ഞാൻ കുറെ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ആ പണി ചെയ്തത് എന്താണെന്ന് പറഞ്ഞു ഞാനൊന്ന് പഠിക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് പഠിക്കട്ടെ. ആ പണി പറഞ്ഞ നമ്മളതിൽ പറഞ്ഞ മോശമായിട്ടുള്ളൊരു വാദയിക്കാരോ. എന്നുവെച്ചാൽ നമ്മളെ ഡ്രസ്സുകൾ അയച്ചു വെച്ചിട്ട് നമ്മളൊരു തോർത്തുമുണ്ടോ അല്ലെങ്കിൽ ഷട്ടി ഇട്ടിട്ട് നമ്മൾ അങ്ങനെ കിടക്കണം.
ആ ഘട്ടത്തിലാണ് നമ്മളെ ഈ കായോട്ടൂരം കടക്കുന്ന നമ്മക്ക് ഒരു മോചനം കിട്ടണത്. ഇത് കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ എന്റെ റൂമിൽ ഞാൻ തന്നെ ഉള്ളൂ. ഞാൻ അങ്ങനെ ചെയ്ത ശേഷം എനിക്ക് ഭയങ്കര എന്റെ ശരീരത്തിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു മാസങ്ങൾ കടന്നിട്ടില്ലെങ്കിൽ ഒരു കൊല്ലം കടന്നിട്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നമല്ല. അത് ഞാൻ ചെയ്ത അത് ഞാൻ നമ്മള് പരീക്ഷണം എന്നുവെച്ചാൽ നമ്മക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന സംഭവം എന്ന് പറഞ്ഞാല് ഞാൻ പണ്ട് പറഞ്ഞാണ് നമ്മക്ക് അമ്മ ക്ഷണിക്കുമ്പോ നമ്മൾ അമ്മ പാല് കുടിക്കും. പിന്നെ കിട്ടണ നമ്മള് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അലർജിയാണ് നമുക്ക് കിട്ടല്. അത് നമുക്കിപ്പോ കിട്ടണമെന്നില്ല. ആ കിട്ടൽ ഇപ്പൊ ഈ വായുവട്ടിയൂറും കിടക്കയൂടെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിന്. അപ്പൊ അത് മനസ്സിലാക്കി എല്ലാരും അതേപോലെ ഉൾക്കൊണ്ടാൽ നമ്മളെ ആരോഗ്യത്തിന് നല്ലതാ മക്കളെ. എന്റെ സമ്പ്രദായത്തിലും ഞാൻ പഠിച്ച് നിങ്ങൾ ഇപ്പം ഇതിലുള്ള സാർമാരൊക്കെ കണ്ടത് ഉണ്ടാക്കിയും ചെയ്തും പറഞ്ഞു എല്ലാവർക്കും ഇത് മനസ്സിലായി ചെയ്തു പറഞ്ഞാല് ഈ കാര്യം എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പം ലൈനാമേടായാലും നബിഷാമേടായാലും ഓരോന്നും പറഞ്ഞിട്ടില്ല. അത് ഞാൻ എന്റെ കൈ കിട്ടിയപ്പോ ഞാൻ കൈകാര്യം ചെയ്തു. അത് നല്ലതാണോ പിടക്കാണോ ഒക്കെ അറിയില്ല. എനിക്ക് കിട്ടിയത് നല്ലതാണ്. നല്ലത് തന്നെയാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ഒറ്റയ്ക്ക് റൂമിലേക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത കേസാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഉള്ളാലേ ഞാൻ ഓരോരുത്തരോട് പത്തിനോട് പറയലുണ്ട് ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യണം. അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സരിക്ക് അത് ഏറ്റെടുക്കും. ആ ഏറ്റെടുത്താൽ നമ്മളെല്ലാ പ്രതിബന്ധമുള്ള രോഗങ്ങളും മാറിപ്പോവും. അത് നിങ്ങൾ ചെയ്യണം. പിന്നെ കറക്റ്റായിട്ട് വെള്ളം കുടിക്കണം. ആ വെള്ളം കുടിക്കുമ്പോഴാണ് നമ്മളെ രോഗങ്ങൾ കുറച്ച് നമ്മളെ ബോഡിക്കാണ് ആ വെള്ളം ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ പറയുന്ന അറിവൊക്കെ നമ്മൾ എന്നും ക്ലാസ് കേൾക്കുന്നുണ്ട്. ആ ക്ലാസ് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് വലിയ വിദ്യാഭ്യാസം നിങ്ങൾ പറയും പോലുള്ള പറയാനൊന്നും കഴിയൂല. എന്നാലും കൂടിയിട്ട് ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എവിടെ പറയാനും ആരോട് പറയാനും ഇത്ര മതി നമുക്ക്. ഈ പറയുന്ന കാര്യം ഹൃദയത്തിൽ നിന്നാണ് പറയുന്നെങ്കിൽ അവിടെ റിസൾട്ടാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, മഴ പെയ്ത സമയത്തെങ്കിലും ഒരു കാര്യം ചോദിക്കാം, മഴ പെയ്ത സമയത്തെങ്കിലും സ്കൂളിന്റെ വരാന്തയിൽ കയറിയിട്ടുണ്ടോ? നല്ല സംഭവം. ഇപ്പൊ മഴ പെയ്താൽ കൂടുതലായിട്ട് ഇപ്പൊ കിടക്കാം ഉഷാറല്ലേ. വളരെ സന്തോഷം. ഇത് കണ്ട നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോ ആ കിടക്കലിന്റെ ഒരു കൊച്ചുമാണ്ടായല്ലോ, അത് ഭയങ്കര പുണ്യം. ഇനിയിപ്പോ എന്റെ അനുജത്തിക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അനുജത്തിക്ക് ഇപ്പോ 10-20 കൊല്ലായി കല്യാണം കഴിച്ചിട്ട് ഇന്നുവരെ കുട്ടികളുണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ അവളോട് നേരത്തെ പറഞ്ഞു എന്റെ മോളെ അതൊന്ന് വാങ്ങ്. ഏതായാലും ഇപ്പം വാങ്ങി. കോയമ്പത്തൂർ തിരുപ്പൂർ ഞാനും ലൈനാമ്മയുടെ ഒക്കെ പോയി കൊടുത്തു. അപ്പൊ ഒരു നല്ല റിസൾട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യേ രണ്ടും കൂടി ആവുമ്പോ പെട്ടെന്ന് കറക്റ്റ് ആവും. കാരണം അപ്പൊ അതും കൂടി കിട്ടിയാ ഞാൻ എത്ര സന്തോഷമാണെന്ന് പറയാൻ പറ്റൂല. നീ വായോട്ടികൾക്ക് എനിക്ക് ഇന്ന് വരെ ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല കറക്റ്റായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. കറക്റ്റായിട്ട് ഞാൻ കൊടുത്ത ആൾക്കാരോട് പറയണു. അവർക്കൊക്കെ നല്ല റിപ്പയർ. ചില ആൾക്കാർ ഇത് പറഞ്ഞ വിശ്വസിക്കൂല എത്ര പറഞ്ഞാലും. ഇപ്പൊ ചിലര് ഞാൻ കുറെ ആൾക്കാരോട് പറയുമ്പോ അവര് പറയാ, ചിലര് പറയാ കാന്തത്ത് കടന്നാല് അത് കാന്തം നമ്മളെ പിടിച്ചൂല. അത് കാരണം നിങ്ങൾ പറഞ്ഞ കാന്തല്ല അത്. ഇത് ഈ മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന കാന്തം നിങ്ങൾക്ക് കണ്ടുണോ ചോദിച്ചു. കണ്ടിട്ടില്ലല്ലോ. എന്ത് കാന്തമാണ് നമ്മുടെ എന്ത് കാന്തം വെച്ചേക്കണം? നമ്മള് മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന കാന്തം അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ല ഇരുമ്പിന്റെ കാന്തല്ലോ. ഇരുമ്പിന്റെ കാന്താണ് ഇപ്പൊ നമ്മളെ കയ്യുമ്പോ കിട്ടുന്ന സാധനം ഉണ്ടല്ലോ. ആ സാധനത്തുമ്പോ നമ്മളെ ഇരുമ്പ് കൊണ്ടുപോയിരുന്നുണ്ടെങ്കിൽ അത് പിടിച്ചൂലല്ലോ. നേരെ മറ്റൊരു പിന്നുണ്ടല്ലോ, ആ പിന്ന് പിടിക്കും. ഞാൻ പരിശ്രമം നോക്കിയിട്ടുണ്ട്. അത് മാത്രമേ ഇതും പിടിക്കുകയുള്ളൂ, അല്ലാത്ത പിടിക്കൂല. അപ്പൊ ഞാൻ അത് കാട്ടി കൊടുത്തു. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കണം പറഞ്ഞു. അപ്പൊ ഓരോ ആൾക്കാര് അത് വാങ്ങണം എന്നുള്ളത് അറിഞ്ഞുകൊടുക്കുന്നുണ്ട്. കുറെ ആൾക്കാര് എങ്ങനെ പതുക്കെ ഞമ്മക്ക് നല്ല റിസൾട്ട് പറഞ്ഞാല് എത്ര പറഞ്ഞാൽ ഇതിൽ നല്ല കുറക്കെ ചിരിക്കാനുണ്ടോട്ടോ. ഈ നമ്മളെ റിസൾട്ടില് കുറെ ഞാത്തൊരു 40 കൊല്ലം പറഞ്ഞ ഒരാൾക്ക് വെത്തി കൊടുത്തു. ഓരിപ്പോ സുഖമായിരിക്കണു. അവര് പറഞ്ഞ ഭാര്യയും ഭർത്താവുള്ള അവര് സുഖമില്ലാതെ എത്രയോ കാലം കടന്നതാണ്. നമുക്ക് ബന്ധപ്പെടേണ്ട ഓരോ കാര്യങ്ങളുണ്ടാവും. അത് ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെട്ട ആള് ഭർത്താവ് ഇന്നോട് വിളിച്ചൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ ചിറിച്ചു കൊത്തോ. എന്നോട് പറഞ്ഞേ ഒരു ദിവസം പറഞ്ഞേ, പൊന്നാരോ നമ്മള് ചേച്ചി മേടാ, ഞാൻ ഇന്നലേക്ക് രാത്രി ഇന്നലെ. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ കല്യാണം കഴിച്ചിന്ന് ചോദിച്ചു. അത് പോലീസുകാരനെയെന്നു, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാന്. അപ്പൊ എന്റെ പൊന്നെ ഇത് എത്രയാണ് നിങ്ങളോട് നന്ദി പറയണ്ടെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞേ നിങ്ങൾ എന്തേ പറഞ്ഞത്, ഞങ്ങളവിടെ വന്നപ്പോ അത് വേണ്ട തട്ടിപ്പാണ് എന്ന് പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞേ നിങ്ങളെ ഭാര്യനോട് പറഞ്ഞേ, ഇങ്ങക്ക് ആരോഗ്യം വേണച്ചെങ്കിൽ നിങ്ങൾ വാങ്ങും, അല്ലെങ്കിൽ ഓരോ വിഷയം കിട്ടുന്ന നിങ്ങൾ വാങ്ങാൻ പറ്റൂല. വേണമെങ്കിൽ വാങ്ങിയോളിയാ.
അപ്പൊ 37 അറിഞ്ഞേക്ക് എന്തായാലും നിങ്ങൾ പറഞ്ഞിട്ട് വാങ്ങണം. ആയിക്കോട്ടെ, വാങ്ങി കൊടുത്തു. അപ്പൊ കറക്റ്റ് ആയില്ലേ? അപ്പൊ ആർക്കാ ഗുണം? അപ്പൊ ഞാൻ മൂപ്പരോട് അതിന്റെ മറുപടി പറയണ്ട. പിന്നെ അതൊരു സംഭവം. അത് സംഭവിക്കുന്ന നല്ല നല്ല ഒരു ഉദ്ദേശം എന്ന് വെച്ചാല് ചിരിക്കാൻ പറ്റണുണ്ട്, കാര്യമുള്ളതുണ്ട്. അത് നല്ല സംഭവമാണ്. അത് ഓരോരുത്തരോട് പറയുമ്പോ ഞാൻ കറക്റ്റായിട്ട് പറയുമ്പോ ഞാൻ പറ്റിയൊക്കെയല്ല. അപ്പൊ ഞാനൊരു വീട്ടില് ഇപ്പൊ നല്ല കഴിവുള്ള നല്ല സപ്പോസറ്റുള്ള മുതലും പറമ്പും വൈശ്യം ജോലിയും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞില്ലേ, അവരോടും പറയാം. ഞാൻ അവരെ പേര് വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ സൂക്കടും കാര്യങ്ങൾ അവരെ സൂക്കടും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ അവസാനം ഒരു എത്ര വിലയാണ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വില കേട്ടാ നിങ്ങൾ ഇവിടെ തന്നെ ബോധം കെട്ടു വെക്കും. ഇത്രയും പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, ഞങ്ങളത് കേട്ടാ നിങ്ങള് ഉപയോഗിക്കൂല പറഞ്ഞണക്കൂടെ. ആ വില കേട്ടോടുകൂടെ ഓക്കെ. അത് പറഞ്ഞത് ഈ പറഞ്ഞു ഈ കുട്ടിക്കുട്ടി മേഡം പറഞ്ഞ രഹസ്യം റിസർച്ചിങ് സാഗർ ജോഷി പോലും അത്ഭുതപ്പെട്ടു. സാഗർ ജോഷി സാർ ഇത്രയും പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല. അതിൽ കൂടുതൽ പരീക്ഷണങ്ങൾ കുട്ടിക്കുട്ടി മേഡം നടത്തി. റിസർച്ച് റിസർച്ച് ഇതൊരു സംഭവം. ഇത് നല്ലൊരു സംഭവം. എത്ര പറഞ്ഞാലും ഈ സംഭവത്തിലേക്ക് നല്ലൊരു പിടുത്തത്തൂടെയാണ്. ഞാൻ കുറെ മേഖലയിലൂടെ പല പിന്നെ മേഖലയും ചെയ്തിട്ടുണ്ട്, പല കമ്പനിയിലും മറുപട്ടിട്ടുണ്ട്, പക്ഷെ പല തൊഴിലുകളും നോക്കിയിട്ടുണ്ട്. ഇത്ര നല്ലൊരു സപ്പോസിറ്റുള്ള ഒരു സംഭവം എന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ദൈവത്തിന് തുല്യമായ ആക്കി എവിടെ പറയാനുള്ളൊരു ഒരു കഴിവാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അതിന് മറുപടി ആയിട്ടുള്ള ഒരു സംഭവത്തൂടെ ഞാൻ അത് സ്വീകരിച്ചുകൊണ്ട് നടക്കണത്. അത്ര കാലം വരെ ഞാൻ അത് പറഞ്ഞുകൊണ്ടേന്നു. തീർച്ചയായും നല്ലൊരു നിലയിലേക്ക് എത്താൻ സാധിക്കട്ടെ. അതെ, ആ കൂടുതലും ആ വിഷയത്തൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇതൊരു സംഭവം വീട്ടിൽ നല്ല സംഭവം കിട്ടിയിട്ടുണ്ട്. വീട്ടിലത്തെ ഇതല്ല പുറത്തേക്ക് നമ്മളെ വീട്ടിലെ അനുഭവം അനുഭവിച്ചിട്ടാണ് നമ്മൾ പുറത്ത് കൊടുക്കുക. അടുത്ത ദിവസം രാവിലെ കേറി കുട്ടിക്കുട്ടിയമ്മ അടുത്ത ദിവസം രാവിലെ കയറിയിട്ട് 1 മണിക്കൂർ നിങ്ങളുടെ എന്താണ് നിങ്ങൾ ബയോടൂറിൽ കിട്ടിയത് നിങ്ങൾ സംസാരിക്കും കൃത്യമായിട്ട് കേട്ടാ. അടുത്ത ദിവസം ഞാൻ ഡേറ്റ് തരാം കേട്ടാ. അടുത്ത ദിവസം കയറിക്കൊള്ളണം. ഓക്കെ. അപ്പൊ ആ ഒരു ദിവസം ഇരുന്ന് പറയാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തീർത്തോളണം. ഓക്കെ 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 ഓക്കെ. തീർച്ചയായും നമ്മൾ സംസാരിച്ചപ്പോഴാണ് കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടിയത് അല്ലെ. ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ എന്തായാലും നമ്മുടെ സമയം നമുക്കറിയാം, ഈ ബയോട്ടോറിയം എന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളും അത് എല്ലാ വ്യക്തികളിലും ഏതെല്ലാം രീതിയിലാണ് വരുന്നതെന്ന് അടുത്ത ദിവസം കുട്ടിയമ്മ നമുക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കും. അത് ഞാൻ ഒരു നെക്സ്റ്റ് വീക്കിൽ ഒരു ദിവസം ഞാൻ കൊടുക്കുന്നുണ്ട്. അന്ന് നിങ്ങൾക്ക് ഒരുപാട് ചിരിക്കാനും പഠിക്കാനും അറിയാനും ഉണ്ടാകും. അത് നിങ്ങളുടെ ബിസിനസ്സിന് വളരെ മുതൽക്കൂട്ടായി മാറും. അപ്പൊ അതിനു വേണ്ടി ഒന്ന് പ്രിപ്പയർ ആയിക്കുക, എന്തെല്ലാം പറയണ്ടേ എന്തോ പറയണ്ടേന്ന്. നോട്ടൊന്നും വേണ്ട കുട്ടിയമ്മയ്ക്ക്. കാരണം ഈ ബയോട്ടോറിയം ഹൃദയത്തോട് ചേർത്ത് സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവിടെ പ്രായം ഒരു ഡിജിറ്റൽ സംഖ്യയാണെന്ന് തെളിയിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ധീര വനിതയാണ് കുട്ടിയമ്മ. അതുകൊണ്ട് വരും ദിവസം നെക്സ്റ്റ് വീക്ക് നമുക്കൊരു ദിവസം കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ട് കേട്ടോ. നമ്മള് ആരും ഒരാളെക്കായും വലിയവരല്ല, ഒരാളും ഒരാളെക്കായും ചെറിയവരല്ല. നമ്മളെല്ലാം സമന്മാരാ. ലിംഗ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് പ്രകൃതിയുടെ നിയമമാണ്. ബാക്കി ഇവിടെ ആരും ഒരാളെക്കായും വലിയവരല്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ഒരാളും ഒരാൾക്ക് ചെറുതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെയും ഇവിടെ മാറ്റി നിർത്താനോ എടുക്കാനോ സാധിക്കില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മള് ചില പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മള് ഈ എന്താ പറയാ ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ, അത് നമുക്ക് 2 രീതിയിൽ വിനിയോഗിക്കാം. ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ നല്ലതിനല്ല എങ്കിൽ ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ പാടില്ല. കാരണം നമ്മുടെ ലൈഫ്, നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ബിസിനസ്
പാടത്തകർത്തുകളി നല്ലതല്ല എങ്കിൽ സൗണ്ട് ഇല്ല. വീഡിയോ ഓഫ് ആക്കാം. എന്റെ റേഞ്ച് ഇല്ല. സൗണ്ട് ഇല്ലേ? റേഞ്ച് ഇല്ല. വീഡിയോ ഓഫ് ആക്ക്. ഇപ്പൊ ശരിയായ? ഓക്കെ. ശരിയായി. വോയിസ് കറക്റ്റായ? ഓക്കെ. നമ്മള് ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. കാരണം ഞാൻ എന്റെ പാർട്ട്നേഴ്സിന്റെ കൂടെ ഞാൻ നിൽക്കുമ്പോഴും അല്ലാത്ത ഒരുപാട് വ്യക്തികളുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിൽ നമ്പർ ഇല്ലാത്ത ഒരുപാട് വ്യക്തികളുടെ കയ്യില് എന്റെ നമ്പർ അവർക്കുടെ കയ്യിലുണ്ടാകും. അവർക്കുടെ കയ്യിൽ എന്റെ നമ്പർ ഉണ്ടാവില്ല, പക്ഷെ എന്റെ നമ്പർ പലരുടെയും കയ്യിലുണ്ട്. അപ്പൊ അതെല്ലാം നല്ലതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. നല്ലതിന് വേണ്ടി പോസിറ്റീവായ കാര്യങ്ങൾ സംസാരിക്കാൻ. ഇനി നമ്മളിപ്പോ വേറെ എവിടെയെങ്കിലും ഇപ്പൊ എനിക്കിപ്പോ ഒന്ന് കോഴിക്കോടോ കണ്ണൂരോ അല്ലെങ്കിൽ വേറെ എവിടെയും ചെന്നു, ഇപ്പൊ അവിടെ ആ നാട്ടിലുള്ള ആരാണോ ആ ആളായിട്ട് നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിലൊരു ഹെൽപ്പ് കിട്ടാൻ വേണ്ടി നമുക്കത് യൂസ് ചെയ്യാം. അങ്ങനെ അങ്ങോട്ടും കൂടെ കമ്മ്യൂണിക്കേഷൻ വേണ്ടി നമുക്കത് യൂസ് ചെയ്യാം. അല്ലാതെ ടീമിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിനെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് പറയുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്തില്ല എങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കൂടെ കുറെ ആളുകൾ ഉണ്ടാകും. അത് പല കാറ്റഗറി ആളുകൾ. അതിൻ്റെ അകത്ത് വളവളപ്പൻ, ചേലത്തണ്ടൻ, മൂർഖൻ, രാജവെമ്പാല, ചേര, എട്ടടി, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് പീപ്പിൾസ് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യും. ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന സിസ്റ്റം ഹെവിയാണ്. അപ്പൊ അതിനെ ഒന്ന് മനസ്സിലാക്കി നമ്മളെല്ലാവരെയും മനസ്സിലാക്കി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരുപാട് സ്ട്രഗിളുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ നമ്മൾ അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ബോസ് ഇല്ല, അല്ലേ, ടൈം ലിമിറ്റ് ഇല്ല. ഇതൊക്കെ നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിൽ സമയം 6:50 ഓക്കെ. നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്കിവിടെ ബോസ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരെയും ഭരിക്കാൻ നമ്മൾ ആരും അല്ല. പല കാറ്റഗറി ആളുകള് പല രീതിയിൽ വിഷം ചീറ്റുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉള്ളപ്പോഴും ഇവരെ ഒന്നും ഭരിക്കാൻ അല്ലെങ്കിൽ ഇവരെ ഒന്നും ഗൈഡ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല, നമ്മൾ ചെയ്യാനും പാടില്ല. അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാം. അതാണ് രീതി. അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇപ്പൊ എന്റെ പാർട്ട്നേഴ്സിനെ ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ ഞാൻ വളരെ അടിച്ചിരുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ പാർട്ട്നേഴ്സിന്റെ അടുത്ത് വരില്ല, എന്നോട് ചിരിക്കില്ല, എന്നോട് സംവദിക്കില്ല, എന്നോട് ചോദിക്കില്ല, എന്നോട് പറയില്ല, എന്നെ റിജക്ട് ചെയ്യും, എന്നെ വേണ്ടെന്ന് വയ്ക്കും. റിയാലിറ്റിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ അവരോട് സ്നേഹമായിട്ട് ഇടപെടുക എന്നുള്ളതാണ്. എന്റെ കൂടെയുള്ള ഇനി എന്നെ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾക്ക് എന്നെ വിട്ടേച്ച് പോകാം, അത് സ്വാഭാവികമാണ്. എന്നെ വിട്ടേച്ച് അതിനു വേണ്ടി നമ്മൾ ഒരാളെ തടയാനും പാടില്ല. നമ്മൾ ഒരാളിൽ നിന്നും അകന്നു മാറുന്നു എന്നുണ്ടെങ്കിൽ അത് എന്റെ പാർട്ട്നേഴ്സ് എന്നെ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ മിസ്റ്റേക്കാണ്. ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ എന്നോട് ചോദിക്കണം, എന്താണ് എന്റെ മിസ്റ്റേക്ക്? ഞാൻ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തണം, ക്ഷമ പറയേണ്ടതാണെങ്കിൽ ക്ഷമ പറയണം. അതേ രീതിയിൽ ഞാൻ തയ്യാറല്ല എങ്കിൽ എന്റെ പാർട്ട്നേഴ്സിന് എന്നോട് വെറുപ്പായിരിക്കും, പലതും സംസാരിക്കും. പിന്നെ ഞാൻ അവരോട് ഏച്ചു കിട്ടിയാൽ മോച്ചിരിക്കുന്നു പറഞ്ഞ പോലെ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും എന്തെടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ സംവദിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ലീഡർ കളിക്കാനോ വലിയ സാറ് കളിക്കാനോ വലിയ ആളായി ഹൈപ്പിട്ട് നടക്കാനോ ഒന്നുമില്ല. ഇതൊന്നും അല്ല. നമ്മളെല്ലാവരും സമന്മാരാണ്. കൂടെ നിൽക്കുന്നവരുടെ ജാതി നോക്കാതെ, മതം നോക്കാതെ, വർഗം നോക്കാതെ, രാഷ്ട്രം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, അതിർവരമ്പുകളും നോക്കാതെ അവരെ കൂടെ നിർത്തുക എന്നുള്ളതാണ്, കാറ്റഗറി തിരിക്കാതെ. ഇവിടെ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആ ഒരു കൺസെപ്റ്റിന് മാത്രം നമ്മൾ മുന്നിൽ വയ്ക്കുക, സ്നേഹം പങ്കിടുക. ആ ഒരു സ്നേഹത്തോടെ നിന്നുകൊണ്ട് നമ്മുടെ കൂടെ വരുന്നവരെല്ലാം ഒരു പ്രതീക്ഷയ്ക്ക് അനുസൃതമായിട്ട് വരുന്നതാ, ഒരു പ്രതീക്ഷ വച്ച് വരുന്നതാ. എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം. അവിടെ അവരെന്ന ഒരു ഉൾട്ട കളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ പാർട്ട്നേഴ്സിനോട് ഞാൻ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലോ അതെല്ലാം മനസ്സിലാക്കാത്ത രീതിയിലോ ഞാൻ എന്തെങ്കിലും ഫോർവേഡ് കളിച്ചാൽ പണി നേരെ ഡയറക്റ്റ് എന്നിലോട്ട് വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.
പണി ഇരുന്ന് മേടിക്കുന്ന വ്യക്തിയായി ഞാൻ മാറും. എന്റെ കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സിനെ ഞാൻ ഏതെങ്കിലും രീതിയിൽ പറ്റിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പണി എനിക്ക് കിട്ടും. അതുകൊണ്ട് നമ്മുടെ കൂടെ വരുന്നവർ അവരെല്ലാവരും പല പ്രതീക്ഷകളും പല ആഗ്രഹങ്ങളും വെച്ചിട്ട് വരുന്നവരാ. അതുകൊണ്ട് അവരെ കൂടെ നിർത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ ഗൈഡ് ചെയ്യേണ്ട രീതി നമ്മുടെ ബിസിനസ്സിലാണ്. ബിസിനസ്സിൽ നമ്മുടെ കൂടെ നിർത്തിയിട്ട് നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അത് നമുക്ക് ഒരു ബോസ് കളിക്കാത്ത രീതിയിൽ നമ്മുടെ കൂടെ നമ്മളെ നിൽക്കുന്നവരെ നമ്മുടെ കൂടെ നിർത്തിയിട്ട് നമ്മൾ കൃത്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി വിജയം നമ്മുടെ കൈവെള്ളയിലേക്ക് വരും. ഒരു തർക്കമില്ല. കാരണം നമുക്കറിയാം 5 വർഷം കഴിഞ്ഞ് 6 വർഷം പൂർത്തീകരിച്ച ഈ ബയോട്ടോറിയം കമ്പനിയിലാണ് നമ്മളുള്ളത്. നമുക്ക് വിജയിക്കാൻ ഇതിലപ്പുറം വേറെ ഒന്നും വേണ്ട. 5 വർഷം സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഏതൊരു സംരംഭവും അത് സക്സസിന്റെ വേളയിലാ, സക്സസിന്റെ ജേർണിയിലാ. 5 years പൂർത്തീകരിച്ച ഏത് സംഭവവും അത് 5 വർഷത്തെ സ്ട്രഗിൾ ഉണ്ടാകും. പക്ഷെ ഈ ബയോട്ടോറിയം കമ്പനിക്ക് ഒരു സ്ട്രഗിളും വന്നിട്ടില്ല കേട്ടാ. സ്ട്രഗിളുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള നന്ദി കെട്ട മനുഷ്യർ മാത്രമേ ഈ ബയോട്ടോറിയം കമ്പനിക്ക് എതിരെ സ്ട്രഗിൾ വരുത്തിയിട്ടുള്ളൂ. അല്ലാതെ കമ്പനിയോ അതിന്റെ മാനേജ്മെന്റോ അതിന്റെ MD ഒന്നും ഒരു സ്ട്രഗിളും വരുത്തിയിട്ടില്ല. എന്തെങ്കിലും കമ്പനിക്ക് സ്ട്രഗിൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള എന്നെ പോലെയുള്ള എന്റെ മുന്നിലേക്ക് നിങ്ങളെ പോലെയുള്ള, ഞാൻ നിങ്ങളായിട്ട് പറയില്ല, എന്നെ പോലെയുള്ള നന്ദി കെട്ട വർഗമായ നമ്മൾ മനുഷ്യര് മാത്രമേ കമ്പനിക്ക് എതിരെ സ്ട്രഗിൾ വരുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് 6 വർഷം പൂർത്തീകരിച്ച ഈ ഒരു കമ്പനി ഏറ്റവും നല്ല സക്സസിലോട്ട് സഞ്ചരിക്കുമ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നുകൊണ്ട് നമ്മുടെ കൂടെ വരുന്നവരെ നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന ലൈഫ് എന്താണോ അത് അവർക്ക് നേടിക്കൊടുക്കാൻ നമ്മൾ തയ്യാറായിക്കൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ഏറ്റവും നല്ലത് നേടിക്കൊടുത്ത് അവരിലൂടെ നമുക്ക് പ്രാർത്ഥന നേടുന്ന നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഇതര മേഖലകളിലും നമ്മൾ അറിയപ്പെടുന്ന ഒരാളാക്കി മാറ്റാൻ സാധിക്കുന്നത് ദൈവാനുഗ്രഹമുള്ള ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം. അതുകൊണ്ട് ഇത് നമ്മളിലോട്ട് കിട്ടിയതിന്റെ മഹാഭാഗ്യമുള്ളവരിലൊക്കെ നമുക്ക് ഈ സാധനം കിട്ടിയത്. അതുകൊണ്ട് ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ സ്നേഹിച്ച് ബഹുമാനിച്ച് ഇതിന് കൊടുക്കേണ്ട എല്ലാ ആദരവും റെസ്പെക്റ്റും കൊടുത്തുകൊണ്ട് നമ്മുടെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുത്തുകൊണ്ട് ഇതിനെ മനസ്സിലാക്കി മുന്നോട്ട് സഞ്ചരിക്കാൻ തയ്യാറാകുന്നത് ആരുണ്ടോ അവർക്കെല്ലാം വിജയം കൈവെള്ളയിലേക്ക് വരുമെന്നുള്ള കാര്യത്തില് ഒരു തർക്കവുമില്ല. എല്ലാവർക്കും വിജയങ്ങൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു ലീന സാർ, വെരി കൺഗ്രാജുലേഷൻ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മളെല്ലാവരെയും ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കാൻ തയ്യാറാക്കുകയും ചെയ്യുന്ന ഇതുപോലെ ഒരു യൂനിറ്റ് സാറിനെ നമുക്ക് എല്ലാവർക്കും കിട്ടിയതിൽ ഭാഗ്യവന്മാരും ഭാഗ്യവതികളുമാണ്. അതുപോലെ നല്ല ചാർജോട് കൂടിയാണ് സംസാരിക്കുന്നത്. കുട്ടി അമ്മേനെ നമ്മുടെ ഇന്ന് താരമാക്കി എടുക്കാൻ വരെ സാധിച്ചു. എല്ലാ ലീഡേഴ്സിനും അത് പറ്റിയെന്ന് വരില്ല. കൂട്ടത്തിൽ ഇരിക്കുന്നവരെ വിളിച്ച് ഇതുപോലെ ഒരു സന്തോഷം പങ്കിടുക എന്ന് വെച്ചാൽ വളരെ അഭിമാനമാണ്. ഇനി നമുക്ക് ഇതിൽ കൂടെ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കരകയറാനുണ്ട്. നമ്മൾ എല്ലാവരും വിജയിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതിന് നമ്മുടെ കട്ടയ്ക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ മനോജ് സാർ ഉള്ളെങ്കിൽ നമുക്ക് എന്തിനു പേടിക്കണം? എല്ലാത്തിനും നമ്മുടെ സാർ കൂടെ ഒപ്പത്തിനൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാഗർ ജോഷി സാർ നമുക്ക് പൈസ വാരി കൊരി തന്നു. അത് നമ്മൾ ട്രൈ ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. ആ ഒരു ഉറപ്പിന്റെ പുറത്താണ് നമ്മളെല്ലാവരും ഇന്ന് ഇതിലിരിക്കുന്നത്. അപ്പൊ ഞാനിത് നല്ലൊരു ക്ലാസ് ആയിരുന്നു യൂനിറ്റ് സാറിന്റെ. അപ്പൊ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു. നമുക്ക് അടുത്ത ക്ലോസിംഗ് സെക്ഷന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേറ്റിക്കൊണ്ട് നടക്കുന്ന മനോജ് സാറ് നമുക്ക് ഇതിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു ഗീത മാഡം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്നത്തെ താരം കുട്ടി അമ്മയാണ്. എന്തായാലും എല്ലാവർക്കും കുട്ടി അമ്മയെ കുറിച്ച് അറിയാം. നമ്മൾ RTPയിൽ അവിടെ വന്നിട്ട് നല്ലൊരു 17 വയസ്സുകാരിയെ പോലെ നന്നായിട്ട് നൃത്തം ചെയ്തു. ആദ്യമായിട്ട് ചുരിദാർ ധരിച്ചത് നമ്മുടെ ആ പ്രോഗ്രാമിലായിരുന്നു. അതിനുവേണ്ടി തന്നെ ചുരിദാറൊക്കെ വാങ്ങി തയ്ച്ചിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു പുതിയൊരു ജന്മം ബയോട്ടോറിയത്തിലൂടെ കുട്ടി അമ്മക്ക് കുടുംബത്തിനും കിട്ടിയപ്പോ സമൂഹത്തിലേക്ക് വലിയൊരു നന്മ പകരാൻ വേണ്ടിയിട്ട് വലിയൊരു വടവൃക്ഷമായിട്ട് മാറാൻ വേണ്ടിയിട്ട് കുട്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. കാരണം ഈ പ്രായത്തിലും തനിക്ക് കിട്ടിയ റിസൾട്ട് അല്ലെ, ആ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ച് പറഞ്ഞു കേട്ടില്ല. അപ്പൊ ബോഡിയിലേക്ക് ഡയറക്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കി കഴിയുമ്പോൾ കുറേയും കൂടെ റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് നോക്കുക ആളുകൾ. അപ്പോ അങ്ങനെ നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതെല്ലാം കേട്ടപ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിരേഷൻ ആണ് ഇവിടെ കിട്ടിയത്. എന്തായാലും അത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ ഗീതാ മാഡത്തിന്
മാഡത്തിനും അതുപോലെ തന്നെ യൂനുസ് ഭായിക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. കാരണം ഇന്ന് നമ്മുടെ ഹംസ സാറാണ് ക്ലാസ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. അവിടെ ഇന്നലെ രാത്രി ഇടിവെട്ടും മഴയൊക്കെ ആയിട്ട് അവിടെ കറണ്ട് ഇല്ലാതെ പോയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. എന്തായാലും അതിന്റെ വിടവ് വളരെ നികത്തിക്കൊണ്ട് വളരെ ആക്റ്റീവായിട്ട് കുറെ കാര്യങ്ങൾ യൂനുസ് ഭായിയോട് സംസാരിച്ചു. കാരണം ഇന്ന് ഓരോ ബയോട്ടോറിയനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം അഭിമാന ദിവസമാണ്. ഇന്ന് മെയ് 1 എന്ന് പറയുന്ന ദിവസം ലോക തൊഴിലാളി ദിനമാണ്. അതോടൊപ്പം തന്നെ ബയോട്ടോറിയത്തിന്റെ 6 വർഷം പൂർത്തിയായ ദിവസമാണിത്. മെയ് 1 തീയതിയാണ് 6 വർഷം പൂർത്തിയായി. 6 വർഷം പ്രായമായ ഒരു കൊച്ചുകുട്ടിയാണ് ബയോട്ടോറിയം. മനസ്സിലായ? ഇത്ര വയസ്സേ ആയിട്ടുള്ളൂ. നമ്മളെ പോലെ 45, 55, 35 ഒന്നും ആയിട്ടില്ല കേട്ടാ. 6 വയസ്സുള്ള ഒരു കുട്ടിയാണ് ബയോട്ടോറിയം എന്ന് പറയുന്നത്. അപ്പൊ തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ ബയോട്ടോറിയം. ഞാൻ ഇന്നലെ പറഞ്ഞ കണക്കെ പിക്ചർ അബീബി ബാക്കി തുടങ്ങിയിട്ടില്ല കേട്ടാ ബയോട്ടോറിയം. ഇനിയും തുടങ്ങാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആളുകളിലെ 300-ൽ പരം കോടീശ്വരന്മാരെ ഇന്ത്യയിൽ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഫാസ്റ്റസ്റ്റ് കറോർപതി മേക്കിംഗ് കമ്പനി ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ MSMEയുടെ അശോക സ്തംഭ അവാർഡ് വാങ്ങിയ ഒരേ ഒരു കമ്പനി ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിൽ ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം. ആലോചിച്ച് നോക്കണം നമ്മള്. എല്ലാവരെയും അല്ലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് 300-ൽ പരം കോടീശ്വരന്മാരെ സൃഷ്ടിച്ച കമ്പനിയാണ് ബയോട്ടോറിയം. ഒരു സംശയവും വേണ്ട, ഇതിന്റെ ജൈത്രയാത്ര തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. നമ്മൾ ഈ കണ്ടതൊന്നും അല്ല വരാൻ വേണ്ടി പോകുന്നത്. ഞാൻ കഴിഞ്ഞ കോർ കമ്മിറ്റി മീറ്റിംഗിൽ പോയിരുന്നു ബോംബെയിൽ. അപ്പൊ സാറായിട്ട് സംവദിച്ചു. അപ്പൊ ഇതിനപ്പുറത്തേക്ക് ഒരു പ്ലാനും കൂടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് വരും ദിവസങ്ങളിൽ. അത് വന്നു കഴിഞ്ഞാണല്ലോ നമ്മൾ ഉദ്ദേശിക്കാത്ത വലിയൊരു ഹ്യൂജ് ഇൻകം നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിലേക്ക് ഇപ്പൊ ഞാൻ പറയുന്നില്ല. അതിന്റെ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് സാറ് പ്രഖ്യാപിക്കട്ടെ. പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. 1 രൂപ പോലും മുടക്കാതെ, അഡീഷണൽ ആയിട്ട് 1 രൂപ പോലും മുടക്കാതെ നമുക്ക് ഹ്യൂജ് ഇൻകം പെർമനന്റ് ആയിട്ട് ലൈഫ് ലോങ് ആയിട്ട് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് വാരിക്കൂട്ടാൻ പറ്റുന്ന ഒരവസരമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഒരു സംശയവും വേണ്ട, ബയോട്ടോറിയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആളുകൾ ലൈഫ് സെറ്റിൽ ആയിരിക്കും. ഒരു പാസീവ് ഇൻകത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റും. 2 വെള്ളത്തിൽ കാല് വെച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അധോഗതിയാണ്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ബയോട്ടോറിയം ചെയ്തിട്ടുണ്ടെങ്കിൽ ബയോട്ടോറിയം ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇലീഗലായ ആക്ടിവിറ്റീസിന്റെ പുറകെ പോയിക്കോളൂ. ക്രിപ്റ്റോ കറൻസിയോ ട്രേഡിങ്ങോ വാട്ടോ ഫണ്ടോ കിണ്ടോ എന്ത് വേണമെങ്കിൽ ടോക്കൺ കീക്കൺ എന്തൊക്കെ പല പേരിലും വരും സുഹൃത്തുക്കളെ. നിങ്ങൾ പോകാം, ടാറ്റ ഗുഡ് ബൈ പറഞ്ഞിട്ട് പോവാം. അല്ലാണ്ട് 2 വെള്ളത്തിൽ കാല് വെച്ചിട്ടുള്ള പരിപാടി ചെയ്യരുത് പ്ലീസ്. ഇനി അഥവാ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി നിങ്ങൾ നശിപ്പിക്കരുത്. അവരോട് കമ്പലി ഇതിനകത്ത് കാശിട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തിനാ വിളിക്കുന്നത്? അവർ പൈസ ഇട്ടു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരോട് പറയണം അവരൊക്കെ പൈസ ഇട്ടിട്ടുണ്ട് കേട്ടോ, അവർക്കൊക്കെ വരുമാനം വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പേരും കൂടി പറഞ്ഞു നടക്കുന്നുണ്ട് പലരും. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു, സാറേ മനോജ് സാറ് കാശിട്ടിട്ടെന്ന് പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞു അടുത്ത ജന്മം ജനിക്കണം മനോജ്. മനസ്സിലായ? ഞാൻ നന്ദിയുള്ളവരാണെന്ന്. മനസ്സിലായില്ലേ? എനിക്ക് ദൈവം തന്ന ഒരു അവസരമാണ് ബയോട്ടോറിയം. എന്റെ കണ്ണീര് എത്ര ഒഴുകി നിങ്ങൾക്കറിയാം അല്ലേ? എല്ലാം തകർന്ന് തരിപ്പണമായപ്പോ, ജീവിതമില്ലെന്ന് വിധി എഴുതിയപ്പോ എങ്ങനെയെങ്കിലും തമ്പുരാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനമാണ് ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു വലിയൊരു അവസരം ദൈവം എന്നിലേക്ക് എത്തിച്ചത്. അത് കിട്ടിയ അന്ന് മുതൽ ആത്മാർത്ഥമായിട്ട് ഇല്ലായ്മയിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തത്. എല്ലാവർക്കും അറിയാം. വെറും കടം വാങ്ങി ജോയിൻ ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ആളുകൾ കളിയാക്കിയപ്പോഴും പുച്ഛിച്ചപ്പോഴും മനസ്സിലായ വളരെ വേദനയോട് കൂടിയിട്ടാണ് നടന്നത്. പല സ്ഥലങ്ങളിലും ഭക്ഷണം കഴിക്കാൻ പോലും കാശുണ്ടായിരുന്നില്ല. ഒരു കീറിയ ഒരു പാന്റും പൊട്ടിയ ഒരു ബാഗും ഒരു പഴയ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നടന്നപ്പോൾ ആളുകൾക്ക് നമ്മളെ കളിയാക്കിയിരുന്നു. ഇവന്റെ കൂടെയൊക്കെ നടന്ന എവിടെ രക്ഷപ്പെടാനാണ്? മനസ്സിലായി? ഈ കമ്പനിയൊന്നും അധികം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. കാരണം നോർത്ത് ഇന്ത്യൻ കമ്പനികളൊന്നും അധികം നിലനിൽക്കാറില്ല. ഈ പ്ലാൻ കൊടുക്കാൻ പറ്റില്ല, ഇതില്ല കുറ്റങ്ങൾ 100 കുറ്റങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ആത്മവിശ്വാസത്തോടുകൂടി ഇതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോൾ സുഹൃത്തുക്കളെ വലിയ അത്ഭുതങ്ങൾ നമ്മളെ കേരളത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു. ഏകദേശം 12ഓളം കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു. നിരവധി ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അതിലുപരി നിരവധി ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. ഏറ്റവും പ്രധാനം അതാണ്, ആരോഗ്യം കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ ആളുകളെയൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. എത്ര ആളുകൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് ഇല്ലേ? അവരുടെ ഭർത്താക്കന്മാരും മക്കളും കുട്ടികളും സ്ട്രോക്ക് വന്ന ആളുകളും ഇല്ലേ? 35 ലക്ഷം 40 ലക്ഷം ഒക്കെ ചെലവാക്കിയിട്ട് കിടപ്പ് കിടക്കുന്ന മകനൊക്കെ ഇന്ന് എഴുന്നേറ്റ് നടന്ന് പഠിക്കാൻ പോകുന്ന അവസ്ഥാവിശേഷമൊക്കെ നമ്മുടെ സുനിതാ മേഡത്തിന് കോട്ടയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും അനുഭവങ്ങൾ ഞാൻ പറയുന്നില്ല. അതിനേക്കാൾ വില ഒന്നിനും ഇല്ല സുഹൃത്തുക്കളെ. അത്രയും റിസൾട്ട് കിട്ടിയ ഈ മഹാപ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എങ്ങനെ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നു?